ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത സിനിമ, അതായത് ഫെബ്രുവരി മാസം 13 ഇന്ന്. ഫെബ്രുവരി മാസം 13, 14 തീയതികൾ OTT റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും സീരീസുകൾ, അതുകൂടാതെ നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന 14 തീയതി വാലന്റൈൻസ് ഡേ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ. സോണി ലീവിൽ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 14 തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആയിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ സോണി ലീവ് ആയതുകൊണ്ട് തന്നെ അവരൊരു ദിവസം മുമ്പേ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് അവരത് OTT റിലീസ് ചെയ്യിച്ചു എന്നുള്ളതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് വന്നിട്ടുള്ളത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി വന്നിട്ടില്ല. കന്നഡ ഭാഷകളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സിനിമയുടെ അൺകട്ട് വേർഷൻ വരുമെന്ന് പ്രതീക്ഷ കാത്തിരുന്നവർക്ക് നിരാശയാണ് ഫലം എന്നുള്ളതാണ്. അതായത് അൺകട്ട് വേർഷൻ അല്ല വന്ന് തിയേറ്റർ വേർഷൻ തന്നെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അൺകട്ട് വേർഷൻ വരുമോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അൺകട്ട് വേർഷൻ വരില്ല എന്നാണ് പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗത്ത് നിന്നുള്ള പോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും ആരാധകർക്ക് ഒരു നിരാശ ആയിരുന്നു ഈ ന്യൂസ് എന്നുള്ളത്. അപ്പം സോണി ലീവിൻ്റെ ഭാഗത്ത് നിന്നും അടുത്തൊരു സിനിമ റിലീസ് ഉള്ളത് രേഖാചിത്രമാണ്. ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആസിഫ് അലി അതുപോലെ തന്നെ അനുശ്വര രാജനൊക്കെ പ്രധാന വേഷം കേൾക്കാൻ ചെയ്ത സിനിമയായിരുന്നു. സോണി ലീവിൽ ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ സാധാരണ സോണി ലീവിലും മാസത്തിലെ ഒരു സിനിമയാണ് റിലീസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ അടുത്ത മാസം മാർച്ച് മാസത്തിൽ പ്രതീക്ഷ മതി എന്നുള്ളതാണ്. ഈ വർഷത്തെ ഏറ്റവും മികച്ചൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ കിച്ച സുദീപ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മാക്സ് എന്ന് പറഞ്ഞൊരു മാസ് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഫെബ്രുവരി മാസം 15 തീയതി സി കന്നഡയിൽ പ്രീമിയർ ചെയ്യും. അതിനുശേഷം TV പ്രീമിയർ ആയിട്ട് വരും. അതിനുശേഷം C5 വഴി ഈ ഒരു സിനിമ കന്നഡ ഭാഷ കൂടാതെ തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പാർട്ട്മെന്റ് 7A എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കന്നഡ മൂവിയായിരുന്നു ഭൈരതി രണകൽ എന്ന് പറഞ്ഞ സിനിമ. കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിൽ ഇതിന് മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഈ ആക്ഷൻ ഡ്രാമ സിനിമ ആഹാ തെലുങ്ക് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഒക്കെ മറ്റു ഭാഷയിലൊന്നും വന്നിട്ടില്ല. അടുത്ത റൊമാൻറ്റിക് കോമഡി ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലാ ഡോൽക്ക വില്ല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൈ ഫോൾട്ട് ലണ്ടൻ എന്ന് പറയുന്ന സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് ധൂം ധാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഈ സിനിമയുടെ മൾട്ടി ലാംഗ്വേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ഒരു സീരീസാണ്, ഒരു ഡ്രാമ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസാണ്. മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കൊറിയൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. മെലോ മൂവി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കൊറിയൻ, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പലരും കമന്റ് ബോക്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമയുടെ റിലീസ് എന്നുള്ള പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ട്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് ഇതുവരെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഇന്ന് ഈ സിനിമയുടെ സർപ്രൈസ്, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമയുടെ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒക്കെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സബ്സർവിയൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ലയൺസ്ഗേറ്റ് പ്ലേ ഒരു പ്ലാറ്റ്ഫോം വഴി ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇതിന് മുമ്പേ തന്നെ ഈ സിനിമയുടെ ഇംഗ്ലീഷ് വേർഷൻ റിലീസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് മനോരമ മാക്സിൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന 2 സിനിമകളാണ്. ഒന്ന് രാസ്ത എന്ന് പറയുന്ന സിനിമയാണ്, മലയാള സിനിമയാണ്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും മാർച്ചിലൊക്കെ ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മനോരാജ് എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. മനോരമ മാക്സിൻ്റെ ഭാഗത്ത് നിന്നും ഫെബ്രുവരി മാസം 14 തീയതി, അതായത് നാളെ റിലീസ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് മനോരാജ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ട സിനിമകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.